Hello friends, welcome one and all. Today we're dealing with the paper Gender Sensitization, Society and Culture, paper code BGDG 172. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്, മാസ്കുലിനിറ്റീസ്. ഇപ്പൊ എന്താണ് മാസ്കുലിനിറ്റി? മാസ്കുലിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാൻ. സൊസൈറ്റിയിൽ നിന്ന് മാൻ എങ്ങനെ ആയിരിക്കണം, പുരുഷൻ എന്തായിരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറയുന്ന കുറെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് മാസ്കുലിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ എങ്ങനെ വളരണം, അല്ലെങ്കിൽ അവന് എന്തൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെ ടോയ്സ് കൊടുക്കണം, അതെല്ലാം ഒരു മാസ്കുലിനിറ്റി ബേസ്ഡ് ആയിരിക്കും. കുഞ്ഞ് കരയുമ്പോൾ തന്നെ നീ ഒരാണല്ലേ, നീ കരയാൻ പാടുണ്ടോ, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പലതും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം മാസ്കുലിനിറ്റി ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അത് മാത്രമല്ല, ആൺകുഞ്ഞിന് കളിക്കാൻ കൊടുക്കുന്നത് കാറ്, ഗണ്ണ്, അങ്ങനത്തെ ടോയ്സ് ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം മാസ്കുലിനിറ്റിയുടെ ഒരു എക്സാമ്പിൾ, നമ്മളെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ എക്സാമ്പിൾ ആണ്. നമ്മൾ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെൻഡർ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ലേഡീസ് അല്ലെങ്കിൽ വിമൻ അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് അല്ല. ഇത് ഒരുപോലെ തന്നെ മെന്നിനെ അഫക്ട് ചെയ്യുന്നതാണ്, മെയിൽ കമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് വിമൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫീമെയിൽ കമ്മ്യൂണിറ്റി ജെൻഡർ ഇഷ്യൂ സഫർ ചെയ്യുന്നത് വെച്ചാൽ, മെൻ അല്ലെങ്കിൽ മെയിൽ കമ്മ്യൂണിറ്റി അതിൽ ഉൾപ്പെടുത്തത് കൊണ്ടാണ്. ഓൺലി ബിക്കോസ് മെൻ ആർ ഡോമിനേറ്റിംഗ്, മാൻ അത് ഡോമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് വിമൻ സപ്രസ്ഡ് ആയി പോകുന്നത്. അപ്പൊ ഒരുപോലെ തന്നെ വിമനെ എംപവർ ചെയ്യുമ്പോൾ തന്നെ മെയിൽ കമ്മ്യൂണിറ്റിയെ ജെൻഡർ ഇഷ്യൂസിൽ നിന്ന് ഫ്രീ ആക്കുകയും വേണം. അതുകൊണ്ട് മാസ്കുലിനിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. ഇതുപോലെ തന്നെ ആസ് വിമൻ ആർ സഫറിംഗ് ഫ്രം സ്റ്റീരിയോ ടൈപ്പിംഗ്, സ്ത്രീകൾ എങ്ങനെയാണോ സ്റ്റീരിയോ ടൈപ്പിംഗ് സഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മെൻ ഓൾസോ സഫർ ഫ്രം സ്റ്റീരിയോ ടൈപ്സ്. ഇപ്പൊ ഒരു പുരുഷൻ വളർന്നു വരുമ്പോൾ ഫിസിക്കൽ ബോഡി നല്ല സ്ട്രോങ് ബോഡി ആയിരിക്കണം, നല്ല പവർഫുൾ ആയിരിക്കണം, അങ്ങനത്തെ ഒരു റഫ് ക്യാരക്ടർ ആയിരിക്കണം എന്നൊക്കെ സമൂഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം അങ്ങനെയുള്ളവരെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മാസ്കുലിനിറ്റിയുടെ ഭാഗമായിട്ട് സൊസൈറ്റി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ പല പുരുഷന്മാരും പല മെയിൽ കമ്മ്യൂണിറ്റിയിലുള്ളവരും ഇതിൽ എഫക്റ്റ് ആവുന്നുണ്ട്, ഇതിൽ വിക്ടിമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ വിമൻ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ അത് മെയിൽ കമ്മ്യൂണിറ്റിയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. അവരുടെ സ്റ്റീരിയോ ടൈപ്പിംഗ്, മെൻ സ്റ്റീരിയോ ടൈപ്പിംഗിൽ നിന്നും ഫ്രീ ആക്കാൻ വിമൻ എംപവർമെന്റിന് കഴിയും. ഇനി മാസ്കുലിനിറ്റിയെ കുറിച്ചുള്ള ഒരു സോഷ്യൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, മെൻ ആൻഡ് ബോയ്സ് അവരെങ്ങനെ വളർന്നു വരണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ റോൾ ചെയ്യണം, സമൂഹത്തിൽ എന്തൊക്കെ സൊസൈറ്റി റോൾ ചെയ്യണം, എന്തൊക്കെ കമ്മ്യൂണൽ വർക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് മാസ്കുലിനിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് ഇത്. പല സൊസൈറ്റികൾ മാറും തോറും, കൾച്ചേഴ്സ് മാറും തോറും ഇതിൽ കുറച്ച് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതി, മാസ്കുലിനിറ്റി എന്തെന്ന് വെച്ചാൽ ഫെമിനിറ്റി എന്തൊക്കെ അല്ലയോ അതാണ് മാസ്കുലിനിറ്റി. അത് തിരിച്ചും പറയാം, ഫെമിനിറ്റി എന്താണ്, മാസ്കുലിനിറ്റി എന്തൊക്കെ അല്ലയോ അതാണ് ഫെമിനിറ്റി. അതിന് പല എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരു പുരുഷനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, റഫ് വോയിസ് ആയിരിക്കണം, കുറച്ച് അഗ്രസീവ് ബിഹേവിയർ കാണണം. അതേസമയം ഇത് ഫീമെയിൽ ക്വാളിറ്റി വരുമ്പോൾ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം, കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം, കെയറിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, മറ്റുള്ളവരെ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ഓപ്പോസിറ്റ്, രണ്ട് പോളാർ ഓപ്പോസിറ്റ്സ് ആയിട്ടാണ് ഫെമിനിറ്റിയും മാസ്കുലിനിറ്റിയും നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ഇനി ഏജൻസ് ഓഫ് ജെൻഡറിങ്, ഈ മാസ്കുലിനിറ്റി എല്ലാം നിലനിന്ന് പോകാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഏജൻസ് നമ്മുടെ സൊസൈറ്റി തന്നെ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി തന്നെയാണ്, ഫ്രണ്ട്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പല കാര്യം, മീഡിയ, അങ്ങനെ പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ മാസ്കുലിനിറ്റി ഇപ്പോഴും സമൂഹത്തിൽ വാഴ്ത്തപ്പെടുന്നത്. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ പുരുഷൻ വസ്ത്രം ധരിക്കണം, എങ്ങനത്തെ ഉള്ള ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം. അവരുടെ റോൾസ് ലൈഫിൽ തന്നെ പല സാഹചര്യങ്ങളിലും പല ലൈഫ് സിറ്റുവേഷൻസിൽ മാൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ സൊസൈറ്റൽ റൂൾസ് തന്നെ, സൊസൈറ്റിയിലുള്ള കുറെ ഏജൻസ് ആണ്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൺഫേം ചെയ്ത് ഈ റോൾസിനോട് കൺഫേം ചെയ്ത് പോകുന്ന പുരുഷന്മാരെ മാത്രമേ സൊസൈറ്റി ബഹുമാനിക്കത്തുള്ളൂ, അവനെയാണ് വാഴ്ത്തിപ്പാടുന്നത്. ഇതിലല്ലാത്തവരെ പലപ്പോഴും പല വയലൻസ് ഉൾപ്പെടെയുള്ള പല അബ്യൂസസ് അവർ നേരിടുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്, ഒറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം മെയിൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ തന്നെ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് മാസ്കുലിൻ ജെൻഡറിൽ കാണാറുണ്ട്. ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല, എപ്പോഴും അതോറിറ്റേറ്റീവ് ആയിട്ട് തന്നെ, പവർഫുൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യണം എന്നൊരു സ്ട്രെസ് മാസ്കുലിൻ ജെൻഡറിൽ പലപ്പോഴും കാണാറുണ്ട്. ഇനി മാസ്കുലിനിറ്റിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഏജ്, റിലിജിയൻ, കാസ്റ്റ്, ക്ലാസ്, റേസ്, എത്നിസിറ്റി തുടങ്ങിയ ആൻഡ് സെക്ഷുവാലിറ്റി, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാസ്കുലിനിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട്.
ഈ മാസ്കുലിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ വിത്ത് റെസ്പെക്ട് ടു വുമൺ മാത്രമല്ല, പുരുഷനും സ്ത്രീയും മാത്രം ഉള്ള ബന്ധത്തിനിടയിലുള്ള മാസ്കുലിറ്റി മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഈവൻ ബിറ്റ്വീൻ ഡിഫറെന്റ് മെൻ, ഒരു കൂട്ടം പുരുഷന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഇൻഫീരിയർ സ്റ്റാറ്റസ് പലപ്പോഴും കാണാൻ പറ്റും. എല്ലാ പുരുഷന്മാരും ഒരുപോലെ അല്ല. അപ്പൊ ഇത് മാസ്കുലിൻ ട്രെയ്റ്റ്, ഓരോ ഫീച്ചേഴ്സ്, സമൂഹം കൊണ്ടുവരുന്ന ഫീച്ചേഴ്സ് പലപ്പോഴും ഈ പുരുഷന്മാരുടെ ഇടയിൽ തന്നെ പല പല വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസസ് കൊണ്ടുവരാൻ ഈ മാസ്കുലിനിറ്റിക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല, ഡ്യൂ ടു ദ സുപ്പീരിയർ സ്റ്റേറ്റസ് ഓഫ് മാസ്കുലിനിറ്റി, ഈ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ സ്റ്റേറ്റസ് ആണ്. പാട്രിയാർക്കിയിൽ നമ്മൾ കാണുന്നുണ്ട് മാൻ ഡോമിനൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം മാസ്കുലിനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഈവൻ വിമൻ പവർഫുൾ സിറ്റുവേഷനിലുള്ള വിമൻ, ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ, ഒരു കമ്പനിയുടെ ബോസ്, അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ പോലും ഒരു മാസ്കുലിൻ ബിഹേവിയർ എടുക്കാൻ ശ്രമിക്കും വർക്ക് പ്ലേസിൽ. കാരണം ടു ബി അതോറിറ്റേറ്റീവ്, ഇപ്പൊ ഒരു ബോസ് ഭയങ്കര ലേഡി ബോസ് ആണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ചിലപ്പോൾ ബിഹേവിയർ തന്റെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കീപ്പ് അപ്പ് ചെയ്യാൻ, അവരെ തന്റെ കീഴിൽ വെക്കാൻ വേണ്ടി ഒരു ഓവർ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ട്. കാരണം മാസ്കുലിൻ ബിഹേവിയർ കാണിച്ചാലേ തന്റെ സബോർഡിനേറ്റ്സിനെ താഴ്ത്തി വെക്കാൻ അല്ലെങ്കിൽ തന്റെ കീഴിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അനുസരണമുള്ളതായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് പലപ്പോഴും ഫീമെയിൽസ് പോലും മാസ്കുലിൻ ബിഹേവിയർ അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് പല സിറ്റുവേഷൻസ് കാണിക്കാറുണ്ട്. ഇനി മാസ്കുലിനിറ്റി ഒരു കൺസ്ട്രക്റ്റ് ആണ്, ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന് നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് ഒരു പുരുഷൻ സ്വന്തം ഭാര്യയുടെ നേരെ അതിക്രമം കാണിക്കും അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ അതേസമയം സ്വന്തം ലേഡി ബോസ് ഉണ്ടെങ്കിൽ ആ ലേഡി ബോസിന് മുമ്പിൽ തനിക്ക് അതുപോലെ അഗ്രസീവ് ആകാൻ പറ്റില്ല. തന്നെ താഴ്ത്തി ഒരു ടിമിഡായിട്ട് ബിഹേവ് ചെയ്യും, ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഒന്നും കാണിക്കില്ല. കാരണം എന്താ? അത് അവരുടെ പവർ റിലേഷൻ ബന്ധമാണ്. അപ്പൊ സോ മാസ്കുലിനിറ്റി ഈസ് ഓൾ ബേസ്ഡ് ഓൺ പവർ, പൊസിഷൻ ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ. അതൊരു ബയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല. കാരണം ഇത് തന്നെയാണ്, എവിടെയാണോ തനിക്ക് പവർ ഉള്ളത് അവിടെ മാൻ തന്റെ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ പാട്രിയാർക്കിയൽ ബിഹേവിയർ പുറത്തെടുക്കും. അപ്പൊ പലപ്പോഴും വായിക്കുന്നത് പോലെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ പ്ലേ ഓഫ് ഹോർമോൺസ് കൊണ്ടാണ് പുരുഷന്മാർ കുറെ കൂടെ അഗ്രസീവ് ആകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു മിത്ത് മാത്രമാണ്. അതിലൊരു സയന്റിഫിക് ബേസിസ് ഇല്ല. മാസ്കുലിനിറ്റി ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. തനിക്ക് എവിടെയാണോ പവർ ഉള്ളത്, തനിക്ക് എവിടെ പവർ ഉണ്ടോ അവിടെ തന്റെ പവർ തെളിയിക്കാൻ പുരുഷൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാസ്കുലിനിറ്റി ഒരു കൺസ്ട്രക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഈ മാസ്കുലിനിറ്റി തന്നെ പല ഫോംസ് ഉണ്ട്, ഡിഫറെന്റ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹെജിമോണിക് മാസ്കുലിനിറ്റി എന്ന് പറയും. അതൊരു കൾച്ചറലി വന്നൊരു മാസ്കുലിനിറ്റിയാണ്. കൾച്ചറലി ഡോമിനന്റ് ആയിട്ട് വന്നിട്ട് ഒരു സമൂഹത്തിൽ കൾച്ചറലി ഡോമിനന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാസ്കുലിനിറ്റിയാണ് ഹെജിമോണിക് മാസ്കുലിനിറ്റി. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാസ്കുലിനിറ്റി. നമ്മൾ ഇതിൽ കാണുന്നതാണ് സ്ട്രോങ് ഫിസിക്കൽ മാൻ, ഭയങ്കര മസിലുള്ള ബോഡിയുള്ള മനുഷ്യർ, അങ്ങനെ പല ഡോമിനേറ്റിംഗ് ബിഹേവിയർ കാണിക്കുന്ന പലരുണ്ട്. അപ്പൊ ഇതൊരു മൈനോറിറ്റി മാത്രമായിരിക്കും, എല്ലാ പുരുഷന്മാർക്കും ഇതേ സ്റ്റാറ്റസിൽ എത്താൻ പറ്റില്ല. അപ്പൊ ഇവർ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും. ഇനി ഇതിന് കീഴിൽ വരുന്നതാണ് സബോർഡിനേറ്റ് മാസ്കുലിനിറ്റി. ഇത് നേരെ തിരിച്ചാണ്. നേരത്തെ ഹെജിമോണിക്കിന് പറഞ്ഞ ഓപ്പോസിറ്റ് ആണ്. ഹെജിമോണിക്കിൽ വരാൻ പറ്റാത്ത പലരും സബോർഡിനേറ്റ് ആയി പോകും, അല്ലെങ്കിൽ ആ മെൻ ഹൈറാർക്കിയിൽ, ജെൻഡർ ഹൈറാർക്കിയിൽ സബോർഡിനേറ്റ് ആയിട്ട് മാറും. ഇനി അടുത്ത പറയുന്നത് കംപ്ലിസിറ്റ് മാസ്കുലിനിറ്റി. കംപ്ലിസിറ്റ് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഈ മാസ്കുലിനിറ്റിയുടെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കംപ്ലിസിറ്റ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അവരറിയാതെ തന്നെ അവരിത് പല മാസ്കുലിനിറ്റി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർ പക്ഷെ ഫോർ ഫ്രണ്ടിൽ വരുന്നില്ല, ഭയങ്കരമായിട്ട് കാണുന്നില്ല, ഭയങ്കരമായിട്ട് മാസ്കുലിനിറ്റി പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ലൈഫിൽ മാസ്കുലിനിറ്റിയുടെ ബെനിഫിറ്റ്സ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് മാർജിനലൈസ്ഡ് ഫോം ഓഫ് മാസ്കുലിനിറ്റി. ഇതൊരു ഇന്റർപ്ലേ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പൊ ഒരു ഹെജിമനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ മെമ്പർ ലോ കാസ്റ്റ് ആണ് അല്ലെങ്കിൽ ലോ ക്ലാസ് ആണെങ്കിൽ പുള്ളിക്കാരൻ മാർജിനലൈസ്ഡ് ആയി പോകും, പുള്ളിക്കാരൻ ഹെജിമോണിക് ആകാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഇന്റർപ്ലേ ആണ്. അതേസമയം ഹൈ ക്ലാസ് ഉള്ള ആള് കൾച്ചറലി ഹെജിമോണിക് അല്ലെങ്കിൽ പുള്ളിക്കാരന് അതുപോലെ മാർജിനലൈസ്ഡ് ആയി പോകും. പല ഫാക്ടേഴ്സ്, ജെൻഡറും അതേസമയം കാസ്റ്റ്, ക്ലാസ്, ഈ റിലീജിയസ് സ്ട്രക്ചേഴ്സ് പലതും ഒരുമിച്ച് വന്നാൽ മാത്രമേ മാർജിനലൈസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മാർജിനലൈസ് മാസ്കുലിറ്റിയിൽ വരാൻ പറ്റത്തുള്ളൂ. ഇനി പറയുന്നത് പാട്രിയാർക്കി ആൻഡ് മാസ്കുലിറ്റി തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ ആണ്. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? പലപ്പോഴും പാട്രിയാർക്കിയും മാസ്കുലിറ്റി നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്. അവർ കോ എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഈ പാട്രിയാർക്കി കാരണമാണ് മാസ്കുലിറ്റി ഇത്രയും പവർഫുൾ ആകുന്നത് അല്ലെങ്കിൽ ഒത്തിരി ഓവർ അഗ്രസീവ് ആകുന്നത് പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കിയാണ് ഒരു ഇംബാലൻസ് ആയിട്ട് ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത് മാസ്കുലിറ്റിക്ക്. അഗ്രഷൻ, ഡോമിനൻസ് പലതും പാട്രിയാർക്കിയുടെ ഫീച്ചേഴ്സ് ആണ്. ഈ ഫീച്ചേഴ്സ് ആണ്
മാസ്കുലിനിറ്റി സ്വീകരിക്കുന്നത്. ആ പാട്രിയാർക്കിയുടെ സഹായത്തോടുകൂടി ഇത് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാസ്കുലിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ല ചെറിയ ഗ്രൂപ്പിന്റെയോ ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ പാറ്റേൺ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ഇവർ ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ മാൻഹുഡ് അല്ലെങ്കിൽ മുഴുവൻ മാസ്കുലിൻ കമ്മ്യൂണിറ്റി തന്നെ പ്രിവിലേജ് സ്റ്റേറ്റസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വുമണും മാനും തമ്മിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രിവിലേജ് സ്റ്റേറ്റസ് കിട്ടുന്നത് മാനാണ്. കാരണം പാട്രിയാർക്കൽ സിറ്റുവേഷനിലാണ്, പാട്രിയാർക്കൽ കമ്മ്യൂണിറ്റിയിലാണ് മാൻ ഈ സമൂഹം ഉള്ളത്. പ്ലസ് അവിടെ മാനിന് ഓൾറെഡി പാട്രിയാർക്കിയുടെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഓവർ അഗ്രഷൻ, ഡോമിനേഷൻ, അങ്ങനെ പലതും ഉള്ളത് കൊണ്ട് തന്നെ മാസ്കുലിനിറ്റിയുടെ പ്രിവിലേജ് സ്റ്റാറ്റസ്, സൊസൈറ്റിയുടെ പ്രിവിലേജ് സ്റ്റേറ്റസ് മാസ്കുലിനിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന മാസ്കുലിനിറ്റി എങ്ങനെയാണ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ, എങ്ങനെ വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ പ്രൊമോട്ട് ചെയ്യുന്നു. വുമനെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും മെയിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മാസ്കുലിനിറ്റി. ഡൊമസ്റ്റിക് വയലൻസ് കേസസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അത് അവരുടെ സെക്ഷുവാലിറ്റിക്ക് മേൽ, വിമന്റെ സെക്ഷുവാലിറ്റിക്ക് മേലുള്ള മാൻസ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. ഇത് പലപ്പോഴും അടുത്ത തലമുറകൾ അടുത്ത ചിൽഡ്രനിലേക്ക്, അവരുടെ തലമുറകളിലേക്ക് വരുമ്പോൾ വീണ്ടും ഇത് സ്റ്റീരിയോ ടൈപ്പായി വരിക തന്നെയാണ്. അപ്പൊ ഒരു ഡൊമസ്റ്റിക് വയലൻസ് സഫർ ചെയ്യുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ അവിടെ ഒരു ആണും പെണ്ണും കുഞ്ഞായിട്ട് വരുന്നെങ്കിൽ അവര് തങ്ങളുടെ മാതാപിതാക്കളെ കണ്ടാണ് വളരുന്നത്. അപ്പൊ അവര് അനുഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അടുത്ത തലമുറകളിൽ വീണ്ടും അത് സ്റ്റീരിയോ ടൈപ്പായിട്ട് വരാൻ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല മാസ്കുലിനിറ്റി ഈസ് യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് പണിഷ്മെന്റ്. സ്വന്തം ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ വുമനെ പണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മാസ്കുലിനിറ്റി. താൻ പുരുഷനായതുകൊണ്ട് തന്നെ സ്ത്രീകളെ പണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മാസ്കുലിനിറ്റി ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനി സെക്ഷുവാലിറ്റി ആൻഡ് മാസ്കുലിനിറ്റി. സെക്ഷുവാലിറ്റിനെ എങ്ങനെയാണ് മാസ്കുലിനിറ്റി എഫക്ട് ചെയ്യുന്നത്? മാസ്കുലിനിറ്റി അഗ്രഷൻ ആൻഡ് കൺട്രോൾ എഫക്ട് സെക്ഷുവാലിറ്റി. മെയിൽ അഗ്രഷൻ എന്ന് പറഞ്ഞത് പലപ്പോഴും അവരുടെ ലാംഗ്വേജിൽ, അവരുടെ എക്സ്പ്രഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല സെക്ഷൽ അഡ്വാൻസസ് ചെയ്യുന്ന വുമൺ അല്ലെങ്കിൽ വുമണിനെ അഗേൻസ്റ്റ് വയലൻസ് മാസ്കുലിനിറ്റിയുടെ ഭാഗമായിട്ട് പുരുഷൻ ഉപയോഗിക്കാറുണ്ട്. വയലന്റ് മാസ്കുലിനിറ്റിയുടെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ പലപ്പോഴും സെക്ഷൽ ഹറാസ്മെന്റ്, റേപ്പ് മുതലായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇനി എന്താണ് മീഡിയയുടെ റോൾ ഇതിലൊക്കെ? മീഡിയയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് നടക്കുന്നത്. മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും എങ്ങനെയാണ് ആൾക്കാർ പെർസീവ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് നമുക്ക് മീഡിയയിൽ കാണാൻ പറ്റും. പുരുഷന്മാരെ പലപ്പോഴും അഗ്രസീവായിട്ട് ഭയങ്കര സ്ട്രെങ്ത് ഉള്ളവരായിട്ടും കാണിക്കാറുണ്ട്. അഡ്വർടൈസ്മെന്റ്, TV ഷോ, സിനിമ, അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് കാണാം. ഹീറോ വർഷിപ്പ് ചെയ്യുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള മെന്നെ വർഷിപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മാസ്കുലിനിറ്റി പലപ്പോഴും നോർമലൈസ്ഡ് ആയി വരാറുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾ മെൻ ആൻഡ് ഓൾ വിമൻ ആർ നോട്ട് സെയിം. പലരും പല രീതിയിലാണ്. അപ്പം റൈറ്റ് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്, റിജിഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരിക്കലും പാടില്ല. നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പോലെ ഇന്ന റോൾ ആയിരിക്കണം മെയിൽ ചെയ്യേണ്ടത്, ഇന്ന റോൾ ആയിരിക്കണം ഫീമെയിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു റിജിഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരിക്കലും പാടില്ല. അങ്ങനത്തെ ബാരിയേഴ്സിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുമാത്രമല്ല ഇമ്പോർട്ടൻറ്റ് ഡൈവേഴ്സിറ്റി. എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും വ്യത്യസ്തമായത് കൊണ്ട് തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്യണം. അതിനുള്ള ചോയ്സസ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് സമൂഹത്തിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ മാസ്കുലിനിറ്റി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് സമൂഹത്തിന് പുറത്തു വരാൻ കഴിയൂ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് സെക്ഷുവാലിറ്റി എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഒരു വൈഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഓൾ മെൻ ആൻഡ് ഓൾ വിമൻ ആർ നോട്ട് അലൈക്ക്. എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും ഒരിക്കലും ഒരുപോലെ അല്ല. അതുകൊണ്ട് തന്നെ റിജിഡ് സ്റ്റീരിയോ ടൈപ്പിംഗ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കാണുന്ന റിജിഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരിക്കലും പാടില്ല. കാരണം അത് ബോത്ത് മാൻ ആൻഡ് വുമൺ രണ്ടുപേർക്കും ദോഷം ചെയ്യുന്നതാണ്. പകരം എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം, ഓപ്പൺ ചോയ്സസ് ഉണ്ടായിരിക്കണം. അവരുടെ എബിലിറ്റി, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഇവർക്ക് കഴിയണം. ഇതാണ് സെക്ഷുവാലിറ്റിയിൽ നമ്മൾ മാസ്കുലിനിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചത്. മാസ്കുലിനിറ്റിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.